നമുക്ക് ശത്രുക്കളായി മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. അതേ അവസരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, തലയിൽ വെച്ചോളി, മനസ്സിൽ വെച്ചോളി. 1950-കൾക്ക് ശേഷമാണ് കമ്മ്യൂണിസം കേരളത്തിലേക്ക് കടന്നു വന്നത്. 1950-കൾക്ക് ശേഷം 53-ൽ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് കമ്മ്യൂണിസം കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക്. ഇന്ത്യ ഏതാണ്ട് 3 സ്റ്റേറ്റുകൾ കമ്മ്യൂണിസം സ്വീകരിച്ചു. അതിലൊന്നാണ് കേരളം. 1953-ന് ശേഷം ബാക്കിയുള്ള ഏതാണ്ട് 50-55 കൊല്ലത്തിന്റെ ഇടയിൽ ലക്ഷക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ യുക്തിവാദികളായി ചത്തിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോഴും ലക്ഷക്കണക്കിന് നിരീശ്വരവാദികളും യുക്തിവാദികളുമായ മുസ്ലിമീങ്ങളുണ്ട് കേരളത്തിൽ. ആണ് പെണ്ണടക്കം അവർ മുർത്തദ്ദുകളായി ചത്തുകൊണ്ടിരിക്കുകയാണ്, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ ശത്രു? ഫാസിസമാണോ കമ്മ്യൂണിസമാണോ? നാം ഫാസിസത്തെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആരെയാണ്? എന്തിന്റെ പേരില പേടിപ്പിക്കുന്നത്? നാം വസ്തുക്കൾ അടിമയായതുകൊണ്ടാണ് നാം ഫാസിസത്തെ പേടിക്കുന്നത്. അള്ളാഹുവിന്റെ അടിമകൾക്ക് ഫാസിസത്തെ പേടിക്കേണ്ടതില്ല. ഫാസിസം അസ്ബാബുകളെ കാണിച്ചിട്ടാണ് പേടിപ്പിക്കുന്നത്, കമ്മ്യൂണിസം ആദർശം കാണിച്ചിട്ടാണ് പേടിപ്പിക്കുന്നത്. ഇതൊരു വേർതിരിച്ചറിവാണ്, അറിഞ്ഞേ പറ്റൂ. വരും കാലങ്ങളിൽ കൂടുതൽ അറിയാനിരിക്കുന്നേ ഉള്ളൂ. കാലഹരണപ്പെട്ടു പോയ ഒരു പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ച് വാചാലമാകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. 1992-ൽ മിസ്റ്റർ ഗോർബച്ചോവ് എഴുതിത്തള്ളിയ പ്രസ്ഥാനത്തെ. കാരണം എന്താണ്? വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന് ഉപകരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത് എന്ന് തലപ്പത്തുള്ളവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എഴുതിത്തള്ളിയത്. അതുകൊണ്ട് നമുക്കതിനെ പറ്റി ചർച്ചയില്ല, ചർച്ച ക്ലോസ്. പക്ഷെ നാം ശത്രുക്കളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ആരാണ് മിത്രം, ആരാണ് ശത്രു?